ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം കിളിപ്പാട്ട്. നാരദകാല സംഭാഷണം. മാനുഷർ ചെയ്യും ശുഭാശുഭ കർമ്മങ്ങൾ മാനസേ ചിന്തിച്ചമർത്യ ജനവുമായി വാണിയിടുമന്തകണ്ഠൻ പുരി പൂക്കിതു ശ്രീനാഥരൻ മുനി ഗാനവും ചെയ്തുടൻ. വന്ദനവും ചെയ്തെതിരേറ്റു പൂജിച്ചു നന്ദിച്ചിരുത്തിനാൻ ധർമ്മരാജൻ മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടു നന്ദിച്ചു ചോദിച്ചിതാതരപൂർവകം. എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രയേ സന്താപമേതാനുമില്ലയല്ലീ മുനെ. എന്തു പറയാവതെന്നറിഞ്ഞില്ല ഞാൻ, ബന്ധമില്ലാതൊരവസ്ഥയുണ്ടിന്നിപ്പോൾ. കേൾക്കുന്നിതു മധു നിന്നോടു ചൊല്ലുവാൻ ശീഘ്രമിവിടേക്കു വന്നിതു ഞാനടോ. പണ്ടു കേട്ടിട്ടില്ല യാത വിശേഷങ്ങളുണ്ടു കേൾക്കുന്നിതു വിസ്മയമെത്രയും. അന്തകൻ തന്നെ ജയിക്കണമെന്നതു ചിന്തിച്ചിവിടെ വരും ദശകന്ധരൻ. അന്തകദണ്ഡമേറ്റാൽ മര്യാദൊരു ജന്തുവില്ലെന്നതു കേൾപ്പുണ്ടു മുന്നമേ. എന്നറിയാമതും എന്നേ പറയാവിതെന്നരുൾ ചെയ്തിരുന്നീടും ദശാന്തരേ. പൂർണ്ണ ശരചന്ദ്രമണ്ഡലം ആകാശേ തൂർന്ന് മുദിച്ചു പൊങ്ങും വണ്ണമാഭയ. കാണായി പുഷ്പകമായ വിമാനവും ഗൗണപാധീശൻ വരവിതു നിർണയം. എന്നതറിഞ്ഞുര ചെയ്തു കൃതാന്തനും വന്നുകൂടിയിടുക നമ്മുടെ സൈന്യവും. അന്തക സൈന്യവും ശംഖനാദം കേട്ടു ദുന്ദുഭി ഘോഷേണ വന്നുകൂടിയിടിനാർ. നരകദർശനം. കണ്ടാൻ കൃതാന്തപുരിയിൽ തഥാദശ കണ്ടൻ ഭയങ്കരമാം നരകങ്ങളെ. താപമമ്മാറു മഹാനരകങ്ങളിൽ വാപികളെ ചേർത്തു ദണ്ഡിപ്പിക്കുന്നതും പുണ്യമതീവ ചെയ്തോരെ മനോഹര സ്വർണാലയെ സുഖിപ്പിക്കുന്നതും തഥാ. കാലസൂത്രം അസിപത്രവനമദാശൂലപ്രോതം വൈതരണി എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ ഉൾക്കട രോഷേണ നായും നരികളും. ചെന്നു കടിച്ചുടൻ കയറുന്ന നേരത്തു ഖിന്നതയോടെ മുറയിടുന്നു ചിലർ. വാച്ഛകൃമികൾ കടിച്ചു വശം കെട്ടു മൂർച്ഛിച്ചു വീണു മുറയിടുന്നു ചിലർ. ചുട്ട മണലാം മരുഭൂമി തന്നിലെ മുട്ടയിൽ നടന്നു മുറയിടുന്നു ചിലർ. കൂരിരുട്ടായ കുഴികളിൽ വീണഴൽ പരം മുഴുത്തു മുറയിടുന്നു ചിലർ. ഘോരാമ്പുതിയിൽ ഒരു കര കാണാതെ പരമുഴന്നു മുറയിടുന്നു ചിലർ. തീയിൽ കിടന്നു പൊരിഞ്ഞുരുകിയുടലയ്യോ ശിവ ശിവ എന്നു കരകയും. തണ്ണീർ തരൂപതാർ പൈതാഹമുണ്ടെന്നു തന്നെ പറഞ്ഞു മുറയിടുന്നു ചിലർ. ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കെ ചുട്ടു സംഭ്രമോദേന തഴുകിച്ചുമെപ്പോഴും. പൊൻനിറമാമിവളെ പുണർന്നീടു നീ, അന്നോ നിനക്കുള്ളിലിന്നോ സുഖമുള്ളൂ എന്നോ പറയുകയും നന്നായി തഴുകിച്ചും നിന്നീടുമന്തക കിങ്കരന്മാരെല്ലാം. ഉന്നതമാകിയ കുന്നിൻ മുകളിൽ നിന്ന് ന്യൂനതാപേന കീഴ്പോട്ടുരുട്ടിയും എയ്യുന്നതാരെന്നതേതും അറിയാതെ മെയ്യിൽ വന്നമ്പുകൾ കൊണ്ടുകൊണ്ടും ബലാൽ ഈയവും നന്നായൊരുക്കി ചിലരുടെ വായിൽ പകർന്നു കുടിപ്പിക്കയും ചിലർ. മൂത്രമല ജലചോര ജലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തിക്കുഴഞ്ഞതു തന്നെ കുടിക്കയും താന്തരായി വാഴും അനേക നാളിങ്ങനെ. ശൂലത്തിന്മേൽ കിടന്നാടുന്നിതു ചിലർ കാലഭടന്മാർ കഴയിട്ടു ഞെക്കിയും. ചുട്ട കൊടിയിൽ കൊണ്ടുടലിൽ പിടിക്കയും നിഷ്ഠുരമാം വണ്ണം കൊക്കുവലിക്കയും. വക്രതുണ്ടങ്ങളാൽ ഗ്രദ്രകാകന്മാരും പക്ഷികൾ കൊത്തിക്കുടയുന്നതും പിന്നെ. നായ്ക്കൾ 720 ഉഗ്രമായി രൂക്ഷതയോടു കടിച്ചു വലിക്കയും. രാക്ഷസർ വാൽ കൊണ്ടു വെട്ടിപ്പൊളിക്കയും വായ്ക്കുന്ന ചോര കുടിച്ചുടനാർക്കയും. വായ്പോട്ടു വായും മൂക്കും അമർത്തുടൻ വീർപ്പുമുട്ടിച്ചു പിടയുന്നിതു ചിലർ. മുള്ളിലവറ്റിന്മേലിട്ടു വലിച്ചുടൻ തുള്ളി നിലവിളിക്കുന്നതും കേൾക്കായേ.
അറ്റമില്ലാതോളമുള്ള നരകങ്ങൾ മറ്റും പലതരം കണ്ടിതു രാവണൻ. താവേന ഘോര നരകെ കിടപ്പൊരു പാപികളെ കണ്ട നേരം ദശാനനൻ കാരുണ്യം ഉൾക്കൊണ്ടെടുത്തു കരേറ്റിനാൻ പോരിനടുത്ത കൃതാന്ത ഭടന്മാരും. ആരിവൻ ധർമ്മരാജാജ്ഞയെ ലംഘിപ്പാൻ ദൗരാത്മ്യം ഉൾക്കൊണ്ടിവിടേക്കു വന്നതും. നമ്മളാൽ ചെന്നിങ്ങു കൊണ്ടുപോന്നിടാതെ നമ്മുടെ രാജ്യത്തു വന്നതും അത്ഭുതം. 10 തലയും 20 നേത്രവും മസ്തങ്ങളും ഉണ്ടിരുപതി വന്നടോ. നീലാദ്രി പോലെ ഭയങ്കരനെത്രയും കാലവശഗതനാകതന്നെ ദൃഢം. അന്യോന്യമിത്തം പറഞ്ഞായുധങ്ങളും സന്നാഹമോടെടുത്താർത്തടുത്തിടിനാർ. ഷാദദേവാനുചരന്മാരെ അന്നേരം രാത്രിഞ്ചരന്മാർ തടുത്തു നിർത്തിയിടിനാർ. അപ്പോൾ കൃതാന്ത ഭടന്മാർ ശരങ്ങളാൽ പുഷ്പകമായ വിമാനെ നിരന്നെഴും ഗോപുര സൗദാദികൾ മുറിച്ചോരളവഭയാ പിന്നെയും ഉണ്ടായി വരും ദൃഢം. ബ്രഹ്മാവിനാൽ പുര നിർമ്മിതമാകിയ നിർമ്മല പുഷ്പകമാകയാൽ വിസ്മയം. നക്തഞ്ചരേന്ദ്രനും അസ്ത്രജാലങ്ങളാൽ അത്തളിർത്തിയിടിനാൻ അന്തകസേനയെ. ശക്തിയോടന്തക കിങ്കരന്മാർ ഗതാശക്തിശൂലാദികൾ കൊണ്ടു സരഭസം. നക്തഞ്ചരേന്ദ്ര ബലത്തെ പ്രയോഗിച്ചാർ വിത്രസ്തരായിതു രക്ഷോബലം ദദാ. യുദ്ധകോലാഹലം കൊണ്ടു ജഗത്രയം ഉദ്ധൂതമായിതു ചിത്രമത്രേ തുലോം. രാത്രിഞ്ചരന്മാ തളർന്നു ചമഞ്ഞതു പാർത്തു ദശഗ്രീവനും അതിക്രുദ്ധനായി. അത്യർത്ഥം അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചാൻ അത്തലൊഴിഞ്ഞു നിന്നന്തക സൈന്യവും. ശസ്ത്രശൂലാസ്ത്രവജ്രാദി പ്രഹരേണ രക്താഭിഷിക്തനായി നക്തഞ്ചരേന്ദ്രനും. പുഷ്പിത ശിംശപാതുല്യ ശരീരനായി പുഷ്പകാഗ്രേ നിന്നു ഭൂമിയിൽ ചാടിനാൻ. വില്ലും ശരങ്ങളും കൈക്കൊണ്ടു രാവണൻ കൊല്ലുന്നതുണ്ടിവരെ ക്ഷണം കൊണ്ടെന്നു. പാശുപതാസ്ത്രം ജപിച്ചു കൊടുത്തിതാകാശ ഭൂമന്ത്യ ആകാശഭൂം അന്തരന്തരമെന്നിയെ. ഉജ്ജ്വലിച്ചേറ്റം എരിയുന്നതു കണ്ടു നിർജ്ജര ദൈത്യഗന്ധർവയക്ഷാദികൾ വിത്രസ്തരായി അകന്നീടിനാരന്നേരം. ശത്രുസംഘത്തെ ഒടുക്കുവാനായി വന്നൊരസ്ത്രാഗ്നി തന്നിൽ ദഹിച്ചു തുടങ്ങിനാർ. മിത്രാത്മജാനുചരന്മാർ അതുകണ്ടു നക്തഞ്ചരന്മാരും ആർത്തു തുടങ്ങിനാർ. രാവണ യുദ്ധം. സേനാവിനാശവും ശത്രു വിജയവും മാനസേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും. ഞാനിവനെ ജയിച്ചിടുവൻ എന്ന അഭിമാനമോടുർവി സമാനമാം തേരതിൽ സത്വരമേറി നടന്നാനതു കണ്ടു മൃത്യുവും മന്ദകൻ മുമ്പേ നടകൊണ്ടാൻ. മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്തു മുൾഗരാഗ്രത്തിങ്കൽ. താനൊരു മൂർത്തിയായി കാലദണ്ഡും ധരിച്ചുന മൊഴിഞ്ഞന്തകാഗ്രേ നടകൊണ്ടാൻ. അന്തക കോപമാലോക്യ മഹാജനം എന്തിതയ്യോ കഷ്ടമെന്നുഴന്നേടിനാർ. പേടിച്ചു വണ്ടിനാ ധൂമ്രാക്ഷനാദികൾ പേടികൂടാതെ നിന്നാൻ ദശവക്ത്രനും. ആയുധജാലമയച്ചാൻ കൃതാന്തനും ആയാസം ഉൾക്കൊണ്ടു നിന്നാൻ ദശാസ്യനും. പാരം തളർന്നു തുടങ്ങിന നേരത്തു ഘോരമായ ഇതാൻ കൃതാന്തനെ രാവണൻ. നിർമ്മലമായ വരായുധജാലങ്ങൾ മർമ്മങ്ങൾ തോറും അയച്ചാൻ കൃതാന്തനും. ഏഴഹോരാത്രം അവർ തമ്മിലിങ്ങനെ രോഷേണ നിന്നുപോൾ ചെയ്താരൊരുപോലെ. കണ്ടാർ വിരിഞ്ചാദികളുമായോധനം പണ്ടൊരു യുദ്ധം ഒരു നാളുമിങ്ങനെ. ഉണ്ടായതില്ലിനി ഇവണ്ണമെങ്ങുമേ ഉണ്ടാകയുമില്ല എന്നു മഹാജനം കൊണ്ടാടിനാർ കണ്ടു നിന്നവരൊക്കവേ. 100,000 ശരമെയ്താൻ കൃതാന്തനെ വേറെയൊരമ്പേഴു സൂതനെയുമെയ്താൻ. വേറെയൊരേഴമ്പു സൂതനെയും എയ്താൻ. 100 ശരം മൃത്യു തന്നെയും എയ്തിതു ശൂരണാം രാവണൻ. പിന്നെയതു നേരം മൃത്യുമുഖാനല വായുവേഗം കൊണ്ടു നക്തഞ്ചരന്മാർ ദഹിച്ചു തുടങ്ങിനാർ. അത്ഭുതം അത്ഭുതമെന്നു കാണും ജനം ഉദ്ധൂതതാവാലകന്നു തുടങ്ങിനാർ. തൽക്ഷണം മൃത്യു ചൊന്നാൻ അന്തകനോടു രക്ഷോഭരനെ ഞാൻ നിഗ്രഹിച്ചിടുവൻ. എന്നെ അയച്ചാലുമേതും പ്രയാസമില്ലിന്നിവൻ തന്നെ വധിപ്പാനറിയുക നീ. എങ്കിൽ നീ ചെൽവെന്നു ധർമ്മരാജാജ്ഞയാ ഹൂങ്കാരമോടു നടന്നിതു മൃത്യുവും. കാലൻ മഹാദണ്ഡവും ധരിച്ചും കൊണ്ടു കാലാനലജ്വാല പൊങ്ങുന്നതുപോലെ
അന്തകൻ തന്നെ ദണ്ടുകൊണ്ടാലൊരു ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലല്ലോ. അന്തകൻ ദണ്ടുമായി വേഗാലടുത്തപ്പോൾ അന്തികെ നിന്നവർ വെന്തു പറയുകയാൽ ഉണ്ടാവിനീ ജയം അന്തകനെന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങിനാർ. ചണ്ഡകരാത്മജൻ ചണ്ഡ പരാക്രമൻ ദണ്ഡം പ്രയോഗിപ്പാനോങ്ങിയ നേരത്തോ പുണ്ടരീകോത്ഭവൻ മണ്ടി വന്നിടിനാൻ ദണ്ഡിനാൾ താടിക്കൊല നീ ദശാസ്യനെ. വഞ്ചിക്കൊല മമ സത്യവാക്യത്തെ നീ ദേവകളാൽ മരിയായെന്നൊരു വരം രാവണനായി കൊടുത്തിടിനാൻ. ഏഷ ഞാൻ ബാടവാഗ്നി പ്രഭമാകിയ ദണ്ഡിനാൾ താടനമേറ്റാൾ മരിക്കും സമസ്തരും എന്നു നിനക്കും വരം തന്നിതെന്നതിൽ ഒന്നിനും വിഘ്നം വരുമിതു ചെയ്കിൽ നീയടങ്ങേണമെൻ വാക്കു കേട്ടിന്നിനെ. പോയാലും അന്തഃപുരത്തിങ്കൽ വൈകാതീത്തമാകർണ്യ പിതാമഹൻ തന്നോടും മിത്രാരി മുഖ്യന്മാരാം സുരന്മാരോടും സത്വഹൃദയനാം നാരദൻ തന്നോടും സത്വരം മോതാൽ അമർത്യലോകേ ചെന്നു മൃത്യുവും മുക്കതി സ്വസ്ഥനായി മേവിനാൻ. അന്തകനെ ജയിച്ചേനെന്നു മാനസേ ചിന്തിച്ചു പൂർണ്ണമതാന്തനായി രാവണൻ ബന്ധുക്കളെയും വിമാനമതിലേറ്റി സന്തുഷ്ടനായി നടന്നിടിനാൻ രാവണൻ. വാസുകി തന്നെ മന്ദിരം പ്രാപിച്ചു വാസവാരാതി വിളിച്ചിതു പോരിനായി. സർപ്പഗണത്തെയും വെന്നു വിരവോടു കർപ്പുരേന്ദ്രൻ വശമാക്കി നടന്നുടൻ ചെന്നാൻ മണിമതിയായ മഹാപുരി തന്നിൽ നിവാത കവചാസുരേന്ദ്രന്മാർ. ദാതാവു തൻ്റെ വരബലം കൊണ്ടവർ ഭീതി കൂടാതെ ചിരം വസിച്ചിടിനാർ. തത്രൈവ ചെന്നു യുദ്ധാർത്ഥം തഥാ ദശവക്ത്രനും സിംഹനാദം ചെയ്തു ചൊല്ലിനാൻ. പോർക്കു പുറപ്പെടുകെന്നോടിനി എന്ന വാക്കു കേട്ടൊരു നിവാത കവചന്മാർ ചാപശരാദികൾ കൈക്കൊണ്ടടുത്തൊരു ചാപല്യമെന്നിയെ പോർ തുടങ്ങിയിടിനാർ. ഭീതിയൊഴിഞ്ഞു പോർ ചെയ്താൻ ദശാസ്യനും ഏതുമേ ഭേദവും വന്നീലൊരുവനും തോൽവിയും വെന്നിയും കണ്ടതില്ലിങ്ങനെ കാലവും ഒരാണ്ടു ചെന്നിതവണ്ണമേ. തൽക്കാലം അംബോജ സംഭവനന്തികെ പുഷ്കരാന്തേ നിന്നുടനെഴുന്നള്ളിനാൻ. ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ചെയ്കിലുമില്ലൊരു ജയം. ദേവാസുരാദികളാൽ മരിയായെന്നു രാവണനായി ഞാൻ വരം കൊടുത്തിടിനേൻ. നിങ്ങൾക്കുമുണ്ടായി വരാ തോൽവിയാകയാൽ തങ്ങളിൽ സഖ്യം അമ്പോടു ചെയ്തിടുവിൻ എന്നരുൾ ചെയ്തവാർ അവർ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിനാർ. നന്ദിച്ചവർക്കനുഗ്രഹവും നൽകി മന്ദേതരം എഴുന്നള്ളി വിരിഞ്ചനും. പിന്നെ മണിമതിയായ നഗരിയിൽ അന്യോന്യമൊന്നിച്ചിരുന്നു ദശാസ്യനും. ഓരാണ്ടുകാലം കഴിഞ്ഞോരനന്തരം വീരൻ ദശാനനൻ ഓർത്തരുളിടിനാൻ. 100 മാസം കഴിഞ്ഞു മമലങ്കയും വേറിട്ടു പോന്നിട്ടുപോകേണമാശു നാം. കാലം കളയരുതെന്നു പുറപ്പെട്ടു കാലകേയന്മാരുടെ പുരം ബുക്കിതു. കൊന്നാൻ അസുരരിൽ 7 ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു മേവിനാൻ. ശ്രീരാംപുരാശിക്കു മൂലമായി മേവിന ചാരു സുരഭിയെയും കണ്ടു വന്ദിച്ചാൻ. യുദ്ധത്തിനാശു വിളിച്ചാൻ വരുണനെ തത്ര വരുണപുത്രന്മാർ പുറപ്പെട്ടാർ. രാത്രിഞ്ചരന്മാർ തടുത്തു നിർത്തിയിടിനാർ. ആർത്തി മുഴുത്തു വരുണാത്മജബലം കൂർത്ത ശസ്ത്രാസ്ത്രങ്ങളേറ്റൊടുങ്ങിയിടിനാർ. രാത്രിയിൽ നിന്നുയർന്നമ്പരേ നിന്നുടൻ പേർത്തു പൊരുതാർ വരുണാത്മജന്മാരും രാത്രിഞ്ചരീശ്വരനാകിയ രാവണൻ. ആർത്തനായി മോഹം കലർന്നു വീണിടിനാൻ. അപ്പതി നന്ദനന്മാരുടെ തർത്തടം അപ്പോൾ മഹോദരനും പൊടിച്ചിടിനാൻ. എന്നതിനേതും ഒരു കുറവെന്നിയെ പിന്നെയും ഹംബരെ നിന്നു യുദ്ധം ചെയ്താർ. മോഹമകന്നുടൻ രാവണൻ അന്നേരം സാഹസം കൈക്കൊണ്ടടുത്തു യുദ്ധം ചെയ്താൻ. ശൂലപരീക ശസ്ത്രാസ്ത്രങ്ങളും മഴ പോലെ ചൊരിഞ്ഞാൻ ദശാനനൻ അന്നേരം. ശസ്ത്രങ്ങളേറ്റു വരുണാത്മജന്മാരും പൃഥ്വിയിൽ വീണു മോഹിച്ചാരതു നേരം. സേനാധിപന്മാരടുത്തങ്ങു കൊണ്ടുപോയി പാനീയവും തെളിച്ചാശ്വസിപ്പിച്ചിതു. നക്തഞ്ചരാധിപനായ ദശാനനൻ മത്തനായി നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ. പോർക്കു പുറപ്പെടുവാൻ വരുണനെ പാർക്കരുതേതും ഇനി എന്നു ചൊല്ലുവിൻ. ഇത്തമാകർണ്യ പ്രഭാസൻ വരുണഭൃത്യോത്തമൻ ഉത്തരം സത്വരം ചൊല്ലിനാൻ.
ഇപ്പോൾ ഇവിടെയില്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നെ സന്നിധോ. ഗീതങ്ങൾ കേൾപ്പതീനായങ്ങു പോയിതു ജാതമോദേന പോയിക്കൊണ്ടാലുമാശു നീ. നിർജ്ജരാരാധിയാ നിന്നോടു പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ. നിന്നോടു നേരിടുവാനില്ലിനിയാരും വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നതു കേട്ട് അപഹാസവും ചെയ്തങ്ങു നന്ദിച്ചു പുഷ്പകം ഏറി നടകൊണ്ടാൻ. ദേവ ദൈതേയ ഗന്ധർവ മുനി സിദ്ധ ദർവീകര നരകിന്നര യക്ഷാദി വംശങ്ങളിലുള്ള ദിവ്യാംഗനമാരെ സംശയമെന്നിയെ ചെന്നു പിടിപെട്ടു. പുഷ്പകം തന്നിൽ കരേറ്റി അവരുടെ വിപ്രലാപം കേട്ടലിയും ശിലകളും. ആഹാ ജനക ആഹാ മമ വല്ലഭ ആഹാ ജനനി ആഹാ മമ നന്ദന ആഹാ സഹജ പൃഥിവ്യ ഗുണാംബുദേ നിങ്ങളെയും പിരിഞ്ഞത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണം അകപ്പെട്ടു ദൈവമേ വിട്ടുകളയുമില്ലിവനെങ്ങുമേ. ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയോ കൊല്ലും അതല്ലയാകിൽ അപമാനിക്കും ഇല്ലൊരു നല്ലതൊരു ജാതിയും ഹരേ. മാരാതുരനായ നീജനൊരു ദിവ്യൻ മാരാതുരനായ നീജനൊരു ദിവ്യനാരി നിമിത്തം വരിക മരണവും. ഇത്തം കുലസ്ത്രീകളിട്ട ശാപത്തെയും മത്തനായതും അറിഞ്ഞില്ല രാവണൻ. വേരീനിനാഥേന ലങ്കാപുരം പൊക്ക നേരമെതിരേറ്റു വന്ദിച്ചിദേവരും. പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാരിയിലിറങ്ങി വസിച്ചിതു രാവണൻ. അന്നേരമാ ശൂർപ്പണകയും ഭ്രാതാവു തന്നോടു കേണു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വജനങ്ങൾ പഴിക്കുമാർ എന്നെ നീ വിശ്വസ്തയാക്കി ചമച്ചതു നന്നല്ലോ. ശത്രുമിത്രത്വമൂർത്തിയില യുദ്ധത്തിൽ ഞാൻ ഭർത്താവു തന്നെയുണ്ടാക്കാം നിനക്കിന്നു. ചെന്നു കരദൂഷണ ത്രിശരാക്കളോടൊന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്ക നീ. എന്നാൽ നിനക്കു പതിയായി വരിച്ചാലും ധന്യനായൊരു പുരുഷനെ വൈകാതെ. ഇത്തം പറഞ്ഞയച്ചാൻ അവളും പോയി ബദ്ധമോദം ജനസ്ഥാനെ മരൂപിനാൾ. രാവണി രാജസൂയാശ്വമേധാദികൾ അവോളവും പലയാഗങ്ങളും ചെയ്തു. ദേവകളോടു വരവും ഭരിച്ചുകൊണ്ടേവരെയും ജയിക്കായി വരുമാറവൻ. താതനെ കണ്ടു നമസ്കരിച്ചിടിനാൻ ആദരവോടു പുണർന്നു ദശാനനൻ. നിൻതൊഴിലെന്തെന്നു ചോദിച്ച നേരത്തു അന്തർമുത പറഞ്ഞിടിനാൻ ശുക്രനും. യാഗാദി കർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞു തവാത്മജൻ. തേരും നിനച്ചവണ്ണം നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാമല്ലോ. ബാണം ഒടുങ്ങാതെയുള്ളൊരു തുണിയും പ്രാണരക്ഷാർത്ഥം അഭേദ്യ കവചവും എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നെ വല്ലഭയോടും മറഞ്ഞതിപ്പോളെടോ. വന്നു തുടങ്ങി ഭവാൻ എന്നു കേൾക്കയാൾ നിന്നിതു കണ്ടുപോകാൻ എന്നതോർത്തു ഞാൻ. വാജിമേധാദികൾ കൊണ്ടു ദേവന്മാരെ പൂജിപ്പതിനവകാശമില്ലേതുമേ. ദേവകൾ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിനില്ല യോഗ്യം അവരെ നാം. ഈശനെ പൂജിപ്പതും കാര്യമെന്നുടൻ അശരാധീശൻ പറഞ്ഞോരനന്തരം. പുഷ്പകത്തിന്മേലിരുന്നു വിലാപിക്കും ഉൽപ്പല പത്രാക്ഷിമാരെ ഇറക്കിനാൻ. അപ്പോൾ അതു കൊണ്ടു ചൊന്നാൻ വിഭീഷണൻ അത്ഭുതമോർത്തു കണ്ടാലീ പരാക്രമം. നല്ലവതേ വ്രതമാരെ പിടിച്ചുകൊണ്ടൊല്ലാത കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുകയാൾ. ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനം ഒക്കെ അകപ്പെടും ഇല്ലൊരു സംശയം. ഇത്തം പരതാരപീഡ ചെയ്താൽ വരും എത്രയും ആപത്തുകൾ അതു കേൾക്ക നീ. നമ്മുടെ താതാഗ്രജന്മാല്യവാനവൻ തന്മകൾ പുഷ്പോൾ കടയാമവളല്ലോ. നമ്മുടെ മാതാവു തന്നെ മൂത്തവൾ തന്മകൾ കുംഭീനസി അവൾ തന്നെയും. കൊണ്ടുപോയാൻ മധുവാകിയ രാക്ഷസൻ കണ്ടീലയാരും ഇവിടെയിരുന്നവർ. മേഘനാഥൻ മുനിമാരുമായി ഓരോരോ യാഗവും ചെയ്തിരുന്നിടിനാൻ അന്നേരം. ദീനത എന്നിയേ വന്നു വിരവോടു ഞാനും ഇവിടെയില്ലാഞ്ഞൊരവസരം. പാർത്ഥോബലാലാശു കൊണ്ടുപോയാനവൻ കീർത്തികേടും നമുക്കുണ്ടെന്നു നിർണയം. ഞാനുമോർത്താൻ അവൻ തന്നെ വധിക്കിലോ നൂനം അവൾക്കു വൈദവ്യമകപ്പെടും. പിന്നെയും വേണം ഒരുത്തനു നൽകുക കന്യക തന്നെ അതിനില്ല സംശയം.
എങ്കിൽ ഇവനു തന്നെ എന്നതിങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നിതു ഞാനും. എങ്കിൽ ഇവനു തന്നെ എന്നതിങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നിതു ഞാനും. ഇനി രാവണൻ്റെ യുദ്ധയാത്ര എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം.